ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യേശു തൻ്റെ ഈ ലോക ജീവിതത്തിലെ അവസാനത്തെ നാളുകളിൽ ആയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരാളം അധ്യായങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും ധാരാളം അധ്യായങ്ങൾ നമുക്ക് കാണാം. നമുക്കറിയാം, നോക്കിക്കേ, നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന ദിവസം ആചരിക്കണം എന്നൊരു ആചാരം നമുക്കില്ല. ഓക്കെ, ഇന്ന് കലണ്ടറിൽ നോക്കിയാൽ പെസഹ വേഴം, നാളെ മലയാളികൾക്ക് ദുഃഖവെള്ളി, തമിഴ്നാട്ടുകാർക്ക് പെരിയ വെള്ളി, ഇംഗ്ലീഷുകാർക്ക് ഗുഡ് ഫ്രൈഡേ. ഓക്കെ, അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ, കഴിഞ്ഞ ഞായറാഴ്ച ഹോശാന സൺഡേ, അടുത്ത് ഡിസംബർ 25-ന് ക്രിസ്മസ് എന്ന് ലോകത്തിൻ്റെ കലണ്ടറിൽ കർത്താവിൻ്റെ മുദ്ര പതിഞ്ഞതുകൊണ്ട്, ഓക്കെ, ലോകം അതിനെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് അപ്പോഴും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കർത്താവിൻ്റെ ഈ നാളുകളെക്കുറിച്ച് ഒരു അവയർനെസ് ഉള്ളവരായിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇത് ചടങ്ങില്ല, ആചാരം ഇല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കൾക്ക് ഒരു കാര്യവും ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലെ ചെയ്യണമെന്നുള്ള റുട്ടീൻ ഇല്ല. എല്ലാ വർഷവും ഇതുപോലെ തന്നെ പോകണമെന്നുള്ള ഒരു 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 റിച്വൽ ഇല്ല, ഒരു ചടങ്ങില്ല, ഒരു കസ്റ്റമില്ല. അത് മതത്തിൻ്റെ ഭാഗമാണ്. വി ആർ നോട്ട് റിലീജിയസ്. നമ്മൾ മതഭക്തന്മാരല്ല, വി ആർ സ്പിരിച്വൽ. നമ്മൾ ആത്മീകരാണ്. ആത്മാവിനെ സംബന്ധിക്കുന്നത് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല. അതുപോലെയാകുന്നു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ഹല്ലേലൂയ. എന്നാൽ മതഭക്തിയിലുള്ളവർ അവർ എങ്ങോട്ട് വരും, എങ്ങോട്ട് പോകുന്നു കറക്റ്റായിട്ട് അറിയാം. ഈസ്റ്ററിന് മുന്നേ 40 ദിവസം നോമ്പെടുക്കും, ഗുഡ് ഫ്രൈഡേ, പാസ്ഓവർ, അങ്ങനെ പല കാര്യങ്ങൾ ഒരു റുട്ടീനായി കൊണ്ടുപോകും. അവർ അതിനെ ഒരു ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം ആത്മാവിനാൽ നടത്തപ്പെടുന്നില്ല, ബുദ്ധിയാൽ നടത്തപ്പെടുന്നത് കൊണ്ട്. എന്നാൽ ബുദ്ധിയാൽ നടത്തപ്പെടുമ്പോഴും ലോകത്തിൻ്റെ കലണ്ടറിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു മുദ്ര വന്നിരിക്കുന്നതിൽ ദൈവമക്കൾ എന്ന നിലയ്ക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും വി ആർ നോട്ട് റിലീജിയസ്. നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മതഭക്തരല്ല, പകരം സ്പിരിച്വലാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പൾസ് അനുസരിച്ച് മൂവ് ചെയ്യുന്നവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് മുന്നേറുന്നവരാണ് ദൈവത്തിൻ്റെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ. അപ്പോസ്തലനായ പൗലോസ്, ശിഷ്യന്മാർ, അവരെല്ലാവരെയും നോക്കുക. അവരാരും ഇങ്ങനെയുള്ള ആചാരങ്ങളെ പിന്തുടർന്നിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. നമ്മോടവർ അങ്ങനെ ഉപദേശിച്ചിട്ടുമില്ല. ഇങ്ങനെ ചെയ്യണം, വർഷം തോറും ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നമുക്കില്ല. നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന ഉപദേശങ്ങൾ എന്താണ്? ആത്മാവിലും സത്യത്തിലും കർത്താവിനെ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ആമേൻ. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കണം, ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇങ്ങനെയുള്ള ഉന്നതമായ മഹത്വമുള്ള കാര്യങ്ങളെയാണ് തൻ്റെ മക്കൾക്ക് അപ്പോസ്തലന്മാർ മുഖാന്തരം പോലും കർത്താവ് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിലും ഈ ലോക ജീവിതത്തിൽ കർത്താവ് ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളും അതിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളും നാം ധ്യാനിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാം വാക്യത്തിൽ അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. നോക്കിക്കേ, ചില തോന്നലുകൾ എങ്ങനെ വരും? പിശാചിനാൽ വരും. പണമോഹം വരുമ്പോൾ പിശാച് തോന്നിപ്പിക്കുന്ന തോന്നലുകൾ ഹൃദയത്തിൽ വരും. ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലത് ഉണർത്തും, പരിശുദ്ധാത്മാവ് ചിലത് തോന്നിപ്പിക്കും. ആത്മാവിൻ്റെ ചിന്തകൾ ദൈവമക്കൾക്ക് വരും. ഏത് ദൈവമക്കൾക്ക്? വചനത്തെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ദൈവമക്കൾക്ക്
പരിശുദ്ധാത്മാവിൻ്റെ ഉണർവുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ യൂദയിൽ പണമോഹം വന്നു, പണം, ദ്രവ്യാഗ്രഹം വന്നപ്പോൾ ഇപ്പോൾ ശിമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവല്ല തോന്നൽ കൊടുക്കുന്നത്, പിന്നെ ആരാണ്? പിശാച്. ചിന്തയിൽ പോലും പിശാച് പ്രവർത്തിക്കും, ചിന്തയിൽ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കും. ഹല്ലേലൂയ. ശരീരത്തിലും പിശാച് പ്രവർത്തിക്കും, ശരീരത്തിൽ പരിശുദ്ധാത്മാവിനും പ്രവർത്തിക്കാം. ആമേൻ. ഈ പ്രകൃതിയിൽ പിശാച് പ്രവർത്തിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ വാഴ്ച നടത്തുന്ന ഏരിയകളിൽ പ്രകൃതിയുടെ മേൽ പിശാചിന് കൈവെക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ദൈവമക്കൾ വസിക്കുന്ന ദേശങ്ങളിൽ പ്രകൃതിയുടെ മേൽ, ദേശത്തിന്റെ മേൽ, ഭൂമിയുടെ മേൽ പിശാചിന് കാര്യമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ഭൂമിയെ വീണ്ടെടുക്കുവാൻ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മ സേനകളുടെ കൈകളിൽ നിന്നും ഭൂമിയെ വീണ്ടെടുക്കുവാൻ, ആദിയിൽ ദൈവം ഭൂമിയെ എത്ര മഹത്വത്തോടുകൂടെ സൃഷ്ടിച്ചുവോ അതേ മഹത്വത്തിലേക്ക് ഭൂമിയെ തിരികെ കൊണ്ടുവരുവാൻ കർത്താവ് ഈ ദൗത്യത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വർഷം തോറും ഇങ്ങനെ ചെയ്യണമെന്ന് റുട്ടീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റില്ല. മതഭക്തിയിൽ പോകുന്നവർക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റില്ല. ബുദ്ധിയിൽ നിൽക്കുന്നവർക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റില്ല. ജഡീകർക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ആ ദൗത്യം ഏറ്റെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറമേ കാണുന്ന ലോകത്തിന്റെ മോടി ദൈവമക്കൾക്ക് വേണ്ട, പുറമേ കാണുന്ന ലോകത്തിന്റെ മഹത്വവും ദൈവമക്കൾക്ക് വേണ്ട. ആത്മാവിന്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിന്റെ ബലം വേണം, ദൈവത്തിന്റെ സാന്നിധ്യം വേണം, ദൈവത്തിന്റെ തേജസ് വേണം. ദൈവജനത്തിന് എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഹല്ലേലൂയ. കർത്താവിനറിയാം ദൈവമക്കൾക്ക് ശക്തി വേണം. കർത്താവ് പറഞ്ഞു, കാത്തിരിപ്പേൻ, നിങ്ങൾ ശക്തി ലഭിക്കുവോളം കാത്തിരിപ്പേൻ. ശക്തി വേണം. ദൈവത്തിന്റെ ജനം കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോഴെല്ലാം വിശ്വസിക്കണം, ഞാൻ ഇവിടെ കർത്താവിന്റെ നാമത്തിൽ കൂടി വന്ന് കാത്തിരിക്കുമ്പോൾ, ദൈവജനം ധ്യാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുകയാണ്, ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കുകയാണ് എന്ന് വിശ്വസിപ്പേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ യൂദയുടെ ഹൃദയത്തിൽ ആരാണ് തോന്നലുണ്ടാക്കിയത്? സാത്താൻ. യൂദയുടെ ഉള്ളിൽ സാത്താൻ തോന്നലുണ്ടാക്കുവാൻ എങ്ങനെ കഴിഞ്ഞു? യേശുവിന്റെ കൂടെ നടക്കുന്ന, യേശുവിന്റെ ശിഷ്യനായ യൂദയുടെ ഉള്ളിൽ സാത്താന് തോന്നലുണ്ടാക്കുവാൻ എങ്ങനെ കഴിഞ്ഞു? എല്ലാവരുടെ ഉള്ളിലും കയറി സാത്താൻ അങ്ങനെ തോന്നലുണ്ടാക്കില്ല. ലോകമോഹങ്ങളിൽ കിടക്കുന്നവർക്ക്, ലോകത്തിലേക്ക് ഹൃദയം ചാഞ്ഞു കിടക്കുന്നവർക്ക്, പൈശാചികമായ വഴികളിലേക്ക് ഹൃദയം ചാഞ്ഞു കിടക്കുന്നവർക്ക്, ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് ഹൃദയം ചാഞ്ഞു കിടക്കുന്നവർക്ക് സാത്താൻ ഹൃദയത്തിൽ തോന്നലുകൾ ഉണ്ടാക്കും. എന്നാൽ വചനത്തിൽ ഹൃദയം ചാഞ്ഞു കിടക്കുന്നവർക്ക്, കർത്താവിനോട് ഹൃദയം പറ്റിയിരിക്കുന്നവർക്ക് സാത്താനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉണർവുകളെ തരും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില തോന്നലുകളെ തരും. അതെന്തിനാണെന്നറിയാമോ? അത് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് കയറുവാൻ, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് കയറുവാൻ, ശക്തിയിൽ നിന്നും ശക്തിയിലേക്ക് കയറുവാൻ, കൃപയിൽ നിന്നും കൃപയിലേക്ക് കയറുവാൻ, ആ ഉന്നത മഹത്വത്തെ ഉയരത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് വഴി നടത്തും. ചില ഉണർവുകളെ തരും, ചില തോന്നലുകളെ തരും, ചില ചിന്തകളെ തരും. അതെല്ലാം സ്വർഗത്തിന്റെ ദൗത്യങ്ങളായിരിക്കും, ഉയരത്തിലെ ദൗത്യങ്ങളായിരിക്കും. കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാം. എന്തിനാ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്? ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരുവാൻ, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരുവാൻ. നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ആരെല്ലാം ദൈവരാജ്യത്തിലുള്ളവരാണ്? ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ ദൈവരാജ്യത്തിലുള്ളവരാണ്. ആത്മാവിൽ നമ്മൾ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തിരിക്കുകയാണ്. ആത്മാവിൽ നാം നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യത ഉണ്ടോ? സാധ്യതയില്ലേ? പറഞ്ഞേ. സാധ്യത ഉണ്ട്. ലൂസിഫർ പോലും നിത്യതയിലായിരുന്നു. ഓക്കെ, പക്ഷേ അവിടെ പ്രോപ്പറായിട്ട് നിൽക്കാതിരുന്നപ്പോൾ താഴെ ഇറങ്ങേണ്ടി വന്നു.
അപ്പോൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുമെന്ന് അങ്ങനെയുള്ളൊരു സിസ്റ്റമാറ്റിക് ചിന്തയിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇവിടെ ഭൂമിയിൽ മര്യാദയ്ക്ക് ആരാധിക്കാത്തവർക്ക്, ഭൂമിയിൽ ദൈവവുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇരിക്കാത്തവർക്ക് അവിടെ പോയും പ്രോപ്പറായിട്ടിരിക്കാൻ പറ്റില്ല. ലൂസിഫറിനെ പുറത്താക്കിയതുപോലെ അവരെയും പുറത്താക്കും. മനസ്സിലായോ? ലൂസിഫറിനെ ഒരു കാലത്ത് പുറത്താക്കി, ഇനി ഒരിക്കലും ആരെയും പുറത്താക്കില്ല എന്ന് ദൈവം ഡീലൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളെ അഭ്യസിപ്പിക്കുകയാണ്, ട്രെയിനിങ് തരുകയാണ്. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? സകല സൃഷ്ടികളുടെ മേലും വാഴ്ച നടത്തുവാൻ. എന്നാൽ അവന്റെ വാഴ്ചയെ കാത്തുകൊള്ളാതെ, അവന്റെ പൊസിഷനെ കാത്തുകൊള്ളാതെ ദൈവം കൊടുത്ത പദവിയിൽ നിന്നും വീണുപോയി ആ പദവിയിലേക്ക് ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ദൈവപുത്രന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പുത്രന്മാർ, വാഴ്ച നടത്തുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ഈ ഭൂമിയിൽ എഴുന്നേൽക്കുമ്പോൾ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം വരും, വാഴ്ച തുടങ്ങും. ആമേൻ. പൈശാചികമായ തന്ത്രങ്ങൾ അതെല്ലാം തകർന്ന് അതിന്റെ ഇട്ടിരിക്കുന്ന അജണ്ടകൾ എല്ലാത്തെയും തകർത്തെടുക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയും. ഈ ഭൂമിയെ ആധിപത്യത്തിൽ എടുക്കുവാനുള്ള പിശാചിന്റെ അജണ്ട ഈ ഭൂമിയുടെ മേലുണ്ട്. ഈ ഭൂമിയെ മുഴുവനും ഇവിടെ നിന്ന് ദൈവസഭയെ ഇല്ലാതാക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുവാനുള്ള സാത്താന്റെ അജണ്ടയുണ്ട്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ഭൂമിയിൽ ഉള്ളത് കൊണ്ട് അധർമ്മമൂർത്തിക്ക് പൂർണ്ണമായും അത് ടേക്ക് ഓവർ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇനിയും ദൈവത്തിന്റെ മക്കൾ ധാരാളമായി ആ ദൈവ സാന്നിധ്യത്തെ ഭൂമിയിൽ കൊണ്ടുവന്നാൽ പിശാചിന്റെ പല അജണ്ടകളും അത് ഛിന്ന ഭിന്നമായി പോകും, അത് തകർന്നു പോകും, അതിന്റെ പദ്ധതികളെല്ലാം ഒന്നുമില്ലാതായി പോകും. ചില പ്രവചനങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് കാലഘട്ടത്തെക്കുറിച്ചും യുഗങ്ങളെക്കുറിച്ചും വരുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട. ദൈവം തൻ്റെ സഭയ്ക്ക് ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നിറവേറുവാൻ തക്കവണ്ണം അവൻ വിശ്വാസത്തോടുകൂടെ എഴുന്നേൽക്കണം, ദാഹത്തോട് എഴുന്നേൽക്കണം. ദൈവം തൻ്റെ ജനത്തെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് അവർ മുഖാന്തരം ദൈവത്തിന്റെ മഹത്വത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ്. നമ്മെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് നാം മുഖാന്തരം ദൈവത്തിന്റെ മഹത്വത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. യാദൃശ്ചികമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മകൾ മുഖാന്തരം, എൻ്റെ മകൻ മുഖാന്തരം ആ ദൈവരാജ്യം വരുവാൻ, ആ സാന്നിധ്യം വെളിപ്പെടുവാൻ, ആ തേജസ് വെളിപ്പെടുവാൻ, ഒരു ദൈവപുത്രൻ എഴുന്നേൽക്കുവാൻ എപ്പോൾ കഴിയുമെന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി അലങ്കോലമായി കിടക്കുന്ന ഭൂമി. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നാശങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ പലതും ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അതിലൊന്നിലും ദൈവത്തിന്റെ ജനത്തിന്റെ മനസ്സ് ആടിപ്പോകരുത്. എന്നെ കർത്താവ് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവാൻ, എന്നെ കർത്താവ് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ രാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ കർത്താവ് എന്നെ ഭൂമിയിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിലേക്ക് മനസ്സ് ചാഞ്ഞാൽ യൂദയുടെ ഉള്ളിൽ പിശാച് തോന്നലുണ്ടാക്കിയതുപോലെ മനുഷ്യരായ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഉള്ളിലും പിശാച് തോന്നലുകൾ ഉണ്ടാക്കും. വചനത്തിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിശാചിന് തോന്നലുണ്ടാക്കുവാൻ അവസരമില്ല. വചനം പറയുന്നു പിശാചിന് ഇടം കൊടുക്കരുത്. യൂദ എന്ത് ചെയ്തു? പിശാചിന് ഇടം കൊടുത്തു. യൂദ എങ്ങനെ പിശാചിന് ഇടം കൊടുത്തു? യേശുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് വട്ടം കൂട്ടിയവരുടെ ഗൂഢാലോചനയിൽ പങ്കാളിയായി അവരോട് പങ്കുചേർന്നു, അവർക്ക് കൈകൊടുത്തു, അവരോട് കൂടെ നിന്നു. ഏദൻ തോട്ടത്തിൽ ഹൗവ പാമ്പിന് കൈകൊടുത്തതുപോലെ, ഏദൻ തോട്ടത്തിൽ ഹൗവ പിശാചിന്റെ വാക്ക് കേട്ടതുപോലെ യൂദ, ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലായിരുന്ന യൂദ ഇപ്പോൾ ഇതാ സാത്താന്, പാമ്പിന് കൈ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകൾ ഇപ്പോൾ അത് പിശാചിന്റെ സ്വാധീനമുള്ള തോന്നലുകളാണ്. ലോകത്തിലേക്ക് മനസ്സു ചാഞ്ഞാൽ പിശാചിന്റെ സ്വാധീനം ചിന്തയിലുണ്ടാകും. യൂദയുടെ ചിന്തയിൽ പിശാചിന്റെ സ്വാധീനമുണ്ട്. ഹല്ലേലൂയ. യൂദ കെട്ടിത്തൂങ്ങി ചത്തു. ആര് പ്രേരിപ്പിച്ചിട്ടാണ്? പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണോ? പിശാച് സ്വാധീനിച്ചിട്ടാണോ? തൂങ്ങി മരിക്കുന്നവർ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവർ, അവർ എങ്ങനെ അത് സംഭവിക്കുന്നു? പിശാചിന്റെ സ്വാധീനത്തിൽ അത് സംഭവിക്കുന്നു.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം, അവരുടെ ജീവന്റെ മേൽ അവർക്ക് അധികാരമില്ല. ദൈവം തന്ന ജീവൻ ദൈവം തന്നെ എടുക്കണം. ദൈവം തന്ന ജീവനെ മനുഷ്യൻ എടുക്കുവാൻ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ എത്രത്തോളം കർത്താവ് ആയുസ്സോടുകൂടെ ഭൂമിയിൽ വെച്ചിരിക്കുന്നുവോ അത്രയും കാലം ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ആയുസ്സോടുകൂടെ നിൽക്കണം. അത് ദൈവത്തിന്റെ നിയമമാണ്, അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ യൂദ നോക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? അവന്റെ മനസ്സ് യേശുവിനെതിരെ ചിന്തിക്കുന്നവരുടെ കൂടെ ചാഞ്ഞു. യേശുവിനെ നശിപ്പിക്കുവാൻ നിൽക്കുന്നവരുടെ കൂടെ ചാഞ്ഞു. അവരുടെ പണം കണ്ടപ്പോൾ, അവരുടെ പ്രൗഢി കണ്ടപ്പോൾ, അവരുടെ അധികാരം കണ്ടപ്പോൾ ഈ യേശുവിന്റെ പിന്നാലെ നടക്കുന്നതിനേക്കാളും അത് കൊള്ളാം എന്നവന് തോന്നി. ഏദൻ തോട്ടത്തിൽ ഹവ്വയ്ക്കും അത് തന്നെ തോന്നിയത്. കർത്താവ് കൊടുത്ത തോട്ടം, കർത്താവ് കൊടുത്ത ആദാം, കർത്താവ് കൊടുത്ത എല്ലാ നന്മകളും അതിനെക്കുറിച്ച് ഓർമ്മിക്കാതെ, നോക്കിക്കേ, എവിടെന്നോ വന്ന ഒരു പാമ്പിന്റെ ശബ്ദം കേൾക്കുവാൻ, എവിടെന്നോ വന്ന പാമ്പിന്റെ വാക്ക് കേൾക്കുവാൻ, പാമ്പിന് കൈകൊടുക്കുവാൻ ഹവ്വയുടെ ഹൃദയം ചാഞ്ഞു. അതുപോലെ തന്നെ യൂദയുടെ ഹൃദയവും ചാഞ്ഞു. യേശുവിന്റെ കൂടെ നടന്നിട്ടും അവൻ ഹൃദയം കാത്തുകൊള്ളാത്തത് കൊണ്ട് അവൻ കൃപയിൽ നിന്നും വീണുപോവുകയാണ്. ഏദൻ തോട്ടത്തിന്റെ അകത്തിരുന്നിട്ടും അവർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്തത് കൊണ്ട് ഏദന്റെ അനുഭവത്തിൽ നിന്നും അവർ വീഴുകയാണ്. ഉയരത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തോടൊപ്പം ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ലൂസിഫർ അവരുടെ ഹൃദയത്തെ കാത്തുകൊള്ളാത്തത് കൊണ്ട് അവന്റെ പൊസിഷനിൽ നിന്നും അവൻ താഴെ വീഴുകയാണ്. ദൈവത്തിന്റെ ജനം ഹൃദയത്തെ കാത്തുകൊള്ളണം. ഹൃദയത്തിൽ ദോഷം വരാതവണ്ണം, ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം ചായാതവണ്ണം, ആമേൻ, ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക്, മാമിസത്തിൻ കിരിയകൾ, അതിലേക്ക് നമ്മുടെ ഹൃദയം ചാഞ്ഞു പോകാതവണ്ണം ഹൃദയത്തെ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. കാത്തുകൊൾ കാത്തുകൊൾ, പെറ്റുകൊണ്ട അഭിഷേകത്തെ കാത്തുകൊൾ, കാത്തുകൊൾ കാത്തുകൊൾ, പെറ്റുകൊണ്ട അഭിഷേകത്തെ കാത്തുകൊൾ. കണ്ണു പോച്ചുന്ന പോച്ചയ്യ അഭിഷേകം, പോച്ചന അംബോധ അഭിഷേകം. നല്ല വരികളാണ്. ആ പാട്ട് നല്ല വരികളാണ്. അതിന്റെ അർത്ഥം മറന്നു പോകാൻ പാടില്ല. വസ്തുവകകളുടെ മേൽ കണ്ണുപോയി കഴിഞ്ഞാൽ നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അത് പോകും. ആ പാട്ടിന്റെ വരികളിൽ എന്താ പറഞ്ഞേ? പൊരുട്കൽ മേലെ കണ്ണു പോച്ചുന്ന പോച്ചയ്യ ഉന്നഭിഷേകം, ആടമേലെ കണ്ണു പോച്ചുന്ന അമ്പോതാൻ ഉന്നഭിഷേകം. ആടമേലെന്ന് പറഞ്ഞാൽ ചിലർ ആരാധിക്കാൻ, എന്താ, ഡ്രസ്സല്ലേ, വസ്ത്രം, അതന്നെ. ചിലർ ആരാധിക്കാൻ വന്നിരിക്കുമ്പോ ചിലരുടെ കണ്ണ് ഇവിടെ വചനം എന്ത് സംസാരിക്കും എന്നതിലല്ല, അടുത്തിരിക്കുന്ന ആൾ എന്ത് സാരിയാണ് എടുത്തിരിക്കുന്നത്, ഏത് ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്, ഏത് സ്ലൈഡാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ കയറും, അഭിഷേകം പോകും. കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരുടെ മനസ്സ് മറ്റൊരു കാര്യത്തിലോട്ടും തിരിയാൻ പാടില്ല. കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരുടെ മനസ്സ് വചനത്തിൽ തന്നെ നിൽക്കണം, സ്തുതിയിൽ തന്നെ നിൽക്കണം, ആരാധനയിൽ തന്നെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ അനുവദിക്കരുത്. അടുത്തയാൾ എന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കട്ടെ, എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കട്ടെ, എന്ത് ആഭരണം ഇട്ടുകൊണ്ടിരിക്കട്ടെ, എന്തൊക്കെ സാധനങ്ങൾ കയ്യിലിരിക്കട്ടെ, ഏത് മൊബൈൽ ഫോൺ വേണോ കയ്യിൽ വെച്ചോട്ടെ, തലയിൽ എന്ത് വേണമെങ്കിലും വെച്ചോട്ടെ, ഓക്കെ, സ്ലൈഡോ പൂവോ ചെമ്പരത്തി പൂവോ എന്ത് വേണമെങ്കിലും വെച്ചോട്ടെ, ഡോണ്ട് വറി. ഓക്കെ, അപ്പോ അതൊന്നും നമ്മുടെ വിഷയമല്ല. കർത്താവിന്റെ ആലയത്തിൽ വരുമ്പോൾ ദൈവമക്കളുടെ വിഷയം എന്താ? ഐ വാണ്ട് ടു പ്രൈസ് മൈ ഗോഡ്. എനിക്ക് എൻ്റെ കർത്താവിനെ സ്തുതിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനെ ആരാധിക്കണം. ആമേൻ. എനിക്ക് തോന്നി നിങ്ങളെല്ലാം നിരാശപ്പെട്ടോ? അയ്യോ, ഡ്രസ്സ് നോക്കാൻ പറ്റില്ല. ആമേൻ പറഞ്ഞേ. ആമേൻ. ഓക്കെ, അതായത് കൺഫേം ചെയ്യാത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇതിനേക്കാളും സൗണ്ട് ഉണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ആലയത്തിൽ വരുമ്പോൾ സൗണ്ട് കൂടുന്നില്ല, വാ തുറക്കുന്നില്ല. വാ തുറന്ന് ശക്തിയോട് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ. യൂദയുടെ ഹൃദയത്തിൽ സാത്താൻ തോന്നിപ്പിച്ചു. എന്തുകൊണ്ടാ? പിശാചിന് ചെവി കൊടുത്തു, പിശാചിനോട് ഹൃദയം ചായ്ച്ചു. ഇപ്പോൾ ഹൃദയത്തിൽ പിശാചിന് ഇടമുണ്ട്, ലോകത്തിനിടമുണ്ട്, ജഡത്തിന് ഇടമുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ മഹത്വം കാണുവാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല, യേശുവിൻ്റെ തേജസ് കാണുവാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല, ദൈവരാജ്യത്തിൻ്റെ മഹത്വം കാണുവാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല. ഇതേ യൂദ യേശുവിൽ നിന്ന് അധികാരം പ്രാപിച്ച് രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ വരം പ്രാപിച്ച വ്യക്തിയാണ്. ആ അഭിഷേകത്തെ കാത്തുകൊള്ളുവാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല. കർത്താവ് തരുന്ന ഒരു സാന്നിധ്യം, കർത്താവ് തരുന്ന ഒരു ശക്തി, അതിനെ ദൈവത്തിൻ്റെ ജനം കാത്തുകൊള്ളണം, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ ആരാധനയിൽ തരുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, ആ ശക്തി, ആ സാന്നിധ്യം, ആ കൃപ, ആ മഹത്വം, അതിന് ദൈവത്തിൻ്റെ ജനം വളരെ പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ തന്നെ ദൈവജനത്തിന് ഇരിക്കുവാൻ കഴിഞ്ഞാൽ അത് വളരെ ഗ്ലോറിയസ് ആണ്. ദൈവം അത് ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ ജനം ആ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും യാത്രയിലിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മൾ എവിടെയെല്ലാം ആയിരുന്നാലും ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, യൂദയ്ക്ക് സാത്താൻ ഹൃദയത്തിൽ ചിന്ത കൊടുക്കുവാനൊക്കെ യൂദയുടെ ഹൃദയം മാറിപ്പോയി. മൂന്നാം വാക്യത്തിൽ പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ യേശുവിനൊരു കാര്യം മനസ്സിലായി. നമ്മിൽ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് യേശുവും ഈ ഭൂമിയിൽ വന്നത്. നമ്മിൽ നിന്ന് വ്യത്യസ്തനായിട്ടല്ല, സാധാരണ ഒരു പൂർണ്ണ മനുഷ്യനെ പോലെ തന്നെയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ യേശുവിനൊരു കാര്യം മനസ്സിലായി. എന്താണ് യേശുവിന് മനസ്സിലായത്? പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. മനുഷ്യനായാണ് യേശു വന്നതെങ്കിലും യേശുവിനൊരു കാര്യം മനസ്സിലായി. പിതാവ് എല്ലാ അധികാരത്തെയും തൻ്റെ കയ്യിൽ, യേശു എന്ന നാമത്തിൽ ദൈവം പ്രവർത്തിക്കുവാനൊക്കെ യേശുവിൻ്റെ കൈകളിൽ കർത്താവ് അത് കൊടുത്തിരിക്കുകയാണെന്ന് യേശുവിന് മനസ്സിലായി. ദൈവപുത്രനായി യേശു വെളിപ്പെട്ടു. ആമേൻ. യേശു ദൈവപുത്രനായി വെളിപ്പെട്ടില്ലേ? യേശു ദൈവപുത്രനായി വെളിപ്പെട്ടു. ആമേൻ. എന്നാൽ യേശുവിലൂടെ അനേക ദൈവപുത്രന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കർത്താവ് ദൈവപുത്രന്മാരായി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരണം എന്നുള്ളതാണ് സർവ സൃഷ്ടികളുടെയും ടെൻഡൻസി. ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരണം. ആമേൻ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എത്ര പേർ ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വരും? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ കേന്ദ്രീകരിച്ച് പ്രകൃതി പ്രവർത്തിക്കും. ദൈവപുത്രന്മാരെ കേന്ദ്രീകരിച്ച് പ്രപഞ്ചം പ്രവർത്തിക്കും. ദൈവപുത്രന്മാരെ കേന്ദ്രീകരിച്ച് സർവ സൃഷ്ടികളും പ്രവർത്തിക്കും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ വചനത്തിന്റെ വിത്തുള്ളിൽ വിതയ്ക്കപ്പെടുമ്പോൾ ഒരു ദൈവപുത്രൻ വെളിപ്പെട്ടു വരും. എന്തിനാണ് കർത്താവ് ഈ തിരുവെഴുത്തുകളെ നമുക്ക് തന്നിരിക്കുന്നത്? നമ്മിൽ നിന്ന് ഒരു ദൈവപുത്രനെ പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു തേജസ്സുള്ള ഒരു ദൈവപുത്രനെ, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച ഒരു ദൈവപുത്രനെ പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഈ തിരുവെഴുത്തിനെയും ഈ കൂട്ടായ്മയെയും പരിശുദ്ധാത്മ അഭിഷേകത്തെയും ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ദൈവപുത്രനായി നമ്മൾ എഴുന്നേൽക്കണം.
യേശു ദൈവപുത്രനായി വെളിപ്പെട്ടുവെങ്കിലും കർത്താവ് വന്നതിൻ്റെ പർപ്പസ് മറ്റൊന്നായിരുന്നു. സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി, ഒരു യാഗമായി മാറുവാൻ വേണ്ടിയിട്ടാണ് ആ ദൈവപുത്രൻ വന്നത്. എന്നാൽ ആ ദൈവപുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മറ്റനേക ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ യാഗമായി മാറുവാനല്ല, വാഴ്ച നടത്തുന്ന ദൈവപുത്രന്മാർ എഴുന്നേൽക്കുവാൻ. ആദിയിൽ ഏദൻ തോട്ടത്തിൽ കർത്താവ് എങ്ങനെയുള്ള ദൈവപുത്രന്മാരെ സൃഷ്ടിച്ചുവോ അങ്ങനെയുള്ള ദൈവപുത്രന്മാരെ ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിക്കുവാനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറിയത്. ഹല്ലേലൂയ. എത്ര പേർ ദൈവപുത്രന്മാർ എഴുന്നേൽക്കും? ഹല്ലേലൂയ. ചില ആളുകൾ ഇങ്ങനെയാണ്, പാസ്റ്ററിന് എന്തെന്തൊക്കെ പൊളിച്ചു പറഞ്ഞാലും ശരി, ഞാൻ ഒരു കുലുക്കവും ഉണ്ടാകില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് ചർച്ചിൽ വരുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ തീക്ഷ്ണതയോടെ ദാഹത്തോടെ വചനത്തെ ഏറ്റെടുക്കണം. വചനത്തെ ഏറ്റെടുത്ത് അതിൻ്റെ മഹത്വത്തിൽ അവർ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കേ 5-ാം വാക്യത്തിൽ യേശു കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണ്? തുവർത്തെടുത്ത് അവരുടെ കാൽ കഴുകി തുവർത്തെടുത്ത് കാൽ തുടയ്ക്കുകയാണ്. കാൽ തുടച്ച് കർത്താവ് ഒരു കാര്യത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതൊരു മാതൃകയാണ്. അതെന്താണ്? യേശു കർത്താവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? വലിയവനാകാനുള്ള ടെൻഡൻസി, എനിക്ക് ഏറ്റവും വലിയ ആളാകണം. ഈ ടെൻഡൻസിയെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കൽ ഒരമ്മ വന്ന് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരുത്തനെ നിന്റെ വലത്തും ഒരുത്തനെ നിന്റെ ഇടത്തും ഇരുത്തണം. സൈഡ് രണ്ടും തീർന്നു, ഇനി വേറെ ആർക്കും സ്ഥലമില്ല. ഒരുത്തൻ നിന്റെ വലത്തിരിക്കണം, ഒരുത്തൻ നിന്റെ ഇടത്തിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അതും കർത്താവ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കർത്താവ് താൻ എപ്പോഴും പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ദാസനെ പോലെ എളിമയോടെ ശുശ്രൂഷ ചെയ്യുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത്. ഹല്ലേലൂയ. കുരുടൻ വന്നാൽ കുരുടന്റെ കണ്ണു തുറക്കാനുള്ള അധികാരവും ശക്തിയും യേശുവിലുണ്ട്. ചെകിടൻ വന്നാൽ അവരുടെ ചെവി തുറക്കുവാനുള്ള ശക്തി യേശുവിലുണ്ട്. ഭൂതത്തെ പുറത്താക്കുവാനുള്ള അധികാരം യേശുവിൻ്റെ മേലുണ്ട്. ജീവൻ പോയ ശരീരത്തിൽ ജീവനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള മഹത്വം യേശുവിലുണ്ട്. ആണെങ്കിലും യേശുവിൻ്റെ സ്വഭാവത്തിൽ ഒരു അഹങ്കാരമില്ല, ഒരു ഉന്നത ഭാവമില്ല, ഞാനെന്ന ഭാവമില്ല. യേശു മറ്റുള്ളവരുടെ അരികത്തിൽ പോലും തന്നിലൊരു താഴ്മയുള്ള സ്വഭാവം, വിനയമുള്ള സ്വഭാവം യേശുവിൽ ഉണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, യേശുവിൽ എന്ത് സ്വഭാവമുണ്ട്? താഴ്മയുള്ള സ്വഭാവമുണ്ട്, വിനയമുള്ള സ്വഭാവമുണ്ട്. തൻ്റെ കൂടെ തന്നെ ശുശ്രൂഷിച്ച് നടന്ന ശിഷ്യന്മാർ അവരെല്ലാം പിടിച്ചിരുത്തിയിട്ട് അവരുടെ കാലുകളെ യേശു കഴുകുകയാണ്. യേശു ആ ശിഷ്യന്മാർക്ക് ആരാണ്? ഗുരുവാണ്. യേശുവിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഈ ശിഷ്യന്മാർ പഠിച്ചു. യേശു അവരെ സ്പിരിച്വലി ട്രെയിൻ ചെയ്തു, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു. ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും അവരെ അഭിഷേകത്തിന്റെ ശക്തിയിൽ അവരെ വഴി നടത്തി. വചനത്തിന്റെ വെളിച്ചം അവരുടെ ഉള്ളിൽ പകർന്നു കൊടുത്തു. അവരെ ശക്തരായ ദൈവമക്കളായി ശിഷ്യന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഇത്രയെല്ലാം ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത്, അവരെ ലീഡ് ചെയ്ത്, അവർക്ക് ഗൈഡൻസ് കൊടുത്ത്, അവർക്ക് അഡ്വൈസ് കൊടുത്ത്, അവരെ നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്തതിന് ശേഷം കർത്താവ് ആ ഗുരുവിന്റെ പൊസിഷൻ അല്ല കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. കർത്താവ് പറയുകയാണ്, ദാസനാകണം, താഴ്മ വേണം, എളിമ വേണം, അഹങ്കാരം വേണ്ട, അഹങ്കാരത്തോടെ സംസാരിക്കരുത്, അഹങ്കാരത്തോടെ പെരുമാറരുത്, ഉന്നത ഭാവം കാണിക്കരുത്, ഞാനെന്ന ഭാവം കാണിക്കരുത്. വിനയമുള്ള ഹൃദയം, സംസാരത്തിൽ വിനയം വേണം, പ്രവൃത്തിയിൽ വിനയം വേണം, പെരുമാറ്റത്തിൽ വിനയം വേണം. ഇത് യേശുവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ആരാണോ അഹങ്കാരം കാണിക്കുന്നത്, ആരാണോ അഹംഭാവത്തോടെ സംസാരിക്കുന്നത്, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നത്, അവനിൽ ദൈവത്തിന്റെ ആത്മാവല്ല, പിശാച് അവന്റെ ഹൃദയത്തെ സ്വാധീനിക്കും. യൂദയുടെ ഹൃദയത്തിൽ പിശാച് സ്വാധീനിച്ചു. എന്തുകൊണ്ട്? യൂദയുടെ ഹൃദയം യേശുവിനെ വിട്ട്
പണത്തിലേക്ക് ചാഞ്ഞു. യൂദയുടെ ഹൃദയം പരീശന്മാരോടും ശാസ്ത്രിമാരോടും ചാഞ്ഞു. യൂദയുടെ ഹൃദയം പദവിയോട്, പ്രശസ്തിയോട്, അധികാരത്തോട് ചാഞ്ഞു. അതുകൊണ്ട് യൂദയ്ക്ക് യേശുവിന്റെ വില മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ അവസ്ഥ എന്താണ്? അവൻ നശിച്ച് നാമാവശേഷമായി പോവുകയാണ്. ഹല്ലേലൂയ. നാം ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടുന്ന ഒരു കാര്യം, യേശു പഠിപ്പിച്ച പാഠം താഴ്മ വേണം. അടുത്തിരിക്കുക, കൈയെടുത്ത് പറയാം, താഴ്മ വേണം. അഹങ്കാരം വേണ്ട, താഴ്മ വേണം. ഹല്ലേലൂയ. നോക്കിയേ, 6-ാം വാക്യത്തിൽ അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. ശിമോന് അത് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ ഗുരുവാണ്, കർത്താവാണ്, ഞാൻ യേശുവിനെ ശുശ്രൂഷിക്കുന്നവനാണ്, എൻ്റെ കാൽ യേശു കഴുകാൻ പാടില്ല എന്ന് പത്രോസ് കുറുകെ നിൽക്കുകയാണ്. അത് അഹങ്കാരം കൊണ്ടല്ല, താഴ്മ ഒരു പരിധിയിലധികം കൂടിപ്പോയത് കൊണ്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്തൊരു താഴ്മ അവിടെ വെളിപ്പെട്ടത് കൊണ്ടിട്ടാണ്. യേശു കർത്താവ് പഠിപ്പിക്കുന്ന താഴ്മ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള താഴ്മ, അതൊരു ജ്ഞാനമുള്ള താഴ്മ. പരിധിയിലധികം താഴ്ന്ന് കുഴിയിലിറങ്ങി നശിച്ചു പോകുന്ന താഴ്മയല്ല, പകരം അത് നിലനിർത്തുന്ന താഴ്മ. അത് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കും, നിൽക്കേണ്ട രീതിയിൽ നിൽക്കും, ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കും, ഗ്രഹിക്കേണ്ട രീതിയിൽ ഗ്രഹിക്കും, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കും. അങ്ങനെയുള്ളൊരു താഴ്മയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് അപ്പോൾ അവനോട് പറയുകയാണ്, യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് എന്താ പറയുന്നേ? പത്രോസ് കാലുമെടുത്തുകൊണ്ട് ഓടുകയാണ്. നീ ഇപ്പോൾ എൻ്റെ കാല് കഴുകണ്ട, എൻ്റെ കാൽ കഴുകുവാൻ ഞാൻ തരില്ല, എൻ്റെ കാൽ കഴുകുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പത്രോസ് പ്രതിഷേധിക്കുകയാണ്. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഉടനെ മറ്റൊരു സ്പിരിച്വൽ സീക്രട്ട് പറയുകയാണ്, ഞാൻ നിന്നെ കഴുകിയേ പറ്റൂ. കർത്താവ് പത്രോസ് അവിടെ ഉദ്ദേശിച്ചത് കാൽ കഴുകുന്ന കാര്യമാണ്. പക്ഷെ കർത്താവ് മറ്റൊരു ആത്മീക രഹസ്യം പറയുകയാണ്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടൊരു പങ്കുമുണ്ടാകുകയില്ല. നോക്കിക്കേ, യേശു നമ്മെ കഴുകണം. ഹല്ലേലൂയ. താഴ്മ എന്നൊരു കാര്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അതിനപ്പുറം യേശു നമ്മെ കഴുകണം. എന്നെ ശുദ്ധനാക്കുവാൻ യേശുവിൻ രക്തം മാത്രം, പാപക്ഷമ ലഭിപ്പാൻ യേശുവിൻ രക്തം മാത്രം. യേശു നമ്മെ കഴുകിയില്ല എങ്കിൽ, യേശു നമ്മെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ യേശുവിനോട് നമുക്കൊരു പങ്കാളിത്തമില്ല. അടിക്കടി കർത്താവിനാൽ ഒരു ശുദ്ധീകരണം, യേശുവിൻ്റെ രക്തത്താൽ വിശ്വാസത്തിൽ ഒരു കഴുകൽ ദൈവത്തിൻ്റെ ജനം പ്രാപിക്കണം. ഹല്ലേലൂയ. ഏതെങ്കിലും അശുദ്ധികൾ, കുറവുകൾ, ബലഹീനതകൾ നമ്മിൽ വന്നുപോയെന്ന് തോന്നുമ്പോഴെല്ലാം ഹൃദയം താഴ്ത്തി ക്രൂശിനെ ധ്യാനിച്ച് യേശുവിൻ്റെ പാദത്തിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കണം, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ, ബലഹീനതകൾ, അവിവേകങ്ങൾ എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ. അങ്ങയുടെ രക്തത്താൽ, കാൽവരി ക്രൂശിൽ അങ്ങ് ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കണം. ഹല്ലേലൂയ. ഒരു കുറവ് വന്നുപോയെന്ന് പറഞ്ഞ് അതിനെ ചുമന്നുകൊണ്ട് കാലങ്ങൾ നടക്കരുത്. എത്രയും വേഗം കുറവുകളെ മാറ്റി മാനസാന്തരപ്പെടേണ്ടടുത്ത് പെട്ടെന്ന് മാനസാന്തരപ്പെട്ട്, മിസ്റ്റേക്ക് വന്നുവെങ്കിൽ അത് തിരുത്തി വേഗം വേഗം നിരപ്പ് പ്രാപിച്ച്, രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കണം. ചേർന്ന് കൊള്ളണം, പറ്റിക്കൊള്ളണം, ഒരു പങ്കാളിത്തം വേണം. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു കാഴ്ച, സോഷ്യൽ മീഡിയകളിലെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരെ, അഭിഷിക്തരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ, ഒരു കുറ്റം കണ്ടാൽ, ഒരു ബലഹീനത കണ്ടാൽ, ഇതാണ് പറ്റിയ അവസരമെന്ന് മുതലെടുത്തുകൊണ്ട് ധാരാളം പേർ അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞോടുകയാണ്.
അവരെ വിറ്റ് യൂട്യൂബിൽ വ്യൂവേഴ്സിനെ കൂട്ടി പൈസ ഉണ്ടാക്കി ആഹാരം കഴിക്കും. ഇതാണ് ധാരാളം യൂട്യൂബർമാരുടെ പരിപാടി. ഈ രീതിയിൽ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ജനം ഒരാൾ വീണ് കിടക്കുമ്പോൾ അവനെ വീണ്ടും അവിടെ ഇട്ട് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. ഒരുവൻ വീണ് കിടന്നാൽ സൗമ്യതയുടെ ആത്മാവിനാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവനെ പഴയപടി നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം ഹെൽപ്പ് ചെയ്യുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ള ഒരു സഹോദരൻ ഏതെങ്കിലും തെറ്റിൽ കുറ്റത്തിൽ വീണുപോയെങ്കിൽ അവനെ തള്ളിക്കളയുവാനല്ല, ഉപേക്ഷിക്കുവാനല്ല, സൗമ്യതയുടെ ആത്മാവിനാൽ അവന് സുബോധം കൊടുത്ത്, അവന് ബോധം കൊടുത്ത്, സ്നേഹത്തോടുകൂടെ അവനെ കുറ്റപ്പെടുത്താതെ, നിന്ദിക്കാതെ, പുച്ഛിക്കാതെ, തരം താഴ്ത്താതെ, അവൻ അശുദ്ധനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അവനെ കൂടെ നിർത്തി അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവനെ വീണ്ടും തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ദൗത്യം ദൈവസഭയ്ക്കുണ്ട്. ഹല്ലേലൂയ. തെറ്റുകൾ വന്നേക്കാം, കുറവുകൾ വന്നേക്കാം, വീഴ്ചകൾ വന്നേക്കാം, ബലഹീനതകൾ വന്നേക്കാം. എന്നാൽ ബലഹീനതകൾ വന്നു എന്ന് പറഞ്ഞ് നമ്മെ തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല. പത്രോസിനെ നോക്കുക. ഞങ്ങൾ ഇനി മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് വലിയ ദൗത്യങ്ങൾ കിട്ടിയിട്ടും, വലിയ ദർശനങ്ങൾ കിട്ടിയിട്ടും, വലിയ ആത്മീക അനുഭവങ്ങൾ കിട്ടിയിട്ടും ഇനി ഞങ്ങളും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൻ വീണ്ടും പഴയ പണിക്ക് പോവുകയാണ്. കർത്താവ് അവിടെ വീണ്ടും വെളിപ്പെട്ട് വരികയാണ്. കർത്താവ് അവരോട് ദേഷ്യപ്പെട്ടില്ല, അവരോട് കോപിച്ചിട്ടില്ല. പത്രോസേ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് പത്രോസിന് ദൈവം കൊടുത്ത ദൗത്യത്തിലേക്ക് പത്രോസിനെ തിരികെ കൊണ്ടുവരികയാണ്. കോപിക്കാത്ത കർത്താവ്, ക്ഷമയോടുകൂടെ അവനെ യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവ്, സൗമ്യതയുടെ ആത്മാവിനാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവനെ കുറ്റം പറയുന്നതിൽ, ഒരുവനെ തരം താഴ്ത്തുന്നതിൽ, ഒരുവനെ അപമാനിക്കുന്നതിൽ ഹരം കൊള്ളുന്ന, രസം കണ്ടെത്തുന്ന സ്വഭാവം, മനസ്സ് ദൈവമക്കൾക്കുണ്ടാകുവാൻ പാടില്ല. ഒരുവനെ എല്ലാവരും കൂടെ അപമാനിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, തരം താഴ്ത്തുമ്പോൾ, പുച്ഛിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് രസിക്കുവാൻ പാടില്ല. പകരം ദൈവത്തിന്റെ ജനത്തിന് മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണമേ. പറ്റുമെങ്കിൽ ഉപദേശിക്കാം, അവനെ യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം, അവൻ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം, അവൻ വീണ്ടും കൃപയിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാണ് ദൈവസഭയുടെ ദൗത്യം. വീണ് കളയുന്നവനെ ചവിട്ടിത്തേക്കുന്നത് അല്ല ദൈവസഭയുടെ ദൗത്യം. വീണവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുന്നത്, അവനെ എഴുന്നേൽപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് ദൈവസഭയുടെ ദൗത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ ആത്മീയ രഹസ്യം ഇതാണ്: ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്കെന്നോട് ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല. അപ്പോൾ ശിമോൻ പത്രോസ് പറയുകയാണ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. ഇതാണ് പത്രോസിന്റെ സ്വഭാവം. കർത്താവ് കാല് കഴുകണമെന്ന് പറയുമ്പോൾ ഇല്ലില്ല, ഇനി കാല് മാത്രം കഴുകാൻ പറ്റില്ല, എൻ്റെ കൈ കഴുകണം, എൻ്റെ തല കഴുകണം, എന്നെ മുഴുവനും കഴുകണം. ഓക്കെ. അപ്പോൾ നോക്കിയേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചില ലെവലിൽ ചെയ്യുമ്പോൾ അതേ ലെവലിൽ കൂടെ നിൽക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. കർത്താവിന്റെ പർപ്പസ് എന്താണ്? കാൽ കഴുകുക എന്നുള്ളതാണ് കർത്താവിന്റെ പർപ്പസ്. അതിനോട് കൂടെ നിൽക്കണം. കൈ കഴുകുമ്പോൾ അതിനോട് കൂടെ നിൽക്കണം. തലയാണോ കഴുകുന്നത്, അതിനോട് കൂടെ നിൽക്കണം. കർത്താവ് എന്ത് സ്റ്റെപ്പ് വെക്കുന്നുവോ അതിനോട് കൂടെ നിൽക്കുവാൻ. അവിടെ പുതിയ അഡ്വൈസ് കൊടുക്കുവാനല്ല, അവിടെ പുതിയ ആലോചന പറയുവാനല്ല, പകരം യേശു എങ്ങനെ നമ്മെ നയിക്കുന്നുവോ, കർത്താവ് എങ്ങനെ നമ്മളെ നടത്തുന്നുവോ അതിനോട് കൂടെ മെന്റലി യോജിച്ചു നിൽക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ. സി, നോർമലി ഇങ്ങനെയുള്ള എല്ലാ വർഷങ്ങളിലും പെസഹയ്ക്ക് കർത്താവിൻ്റെ ഗതശമന തോട്ടം വരെയുള്ള കാര്യങ്ങൾ ധ്യാനിച്ച് വളരെ വേദനയോടെ, ദുഃഖത്തോടെ, വളരെ കരഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന മക്കൾ ധാരാളമുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയുടെ അന്നും വളരെ വിലാപത്തോടുകൂടെ, അയ്യോ എനിക്കായിട്ടാണല്ലോ കർത്താവ് ഈ കഷ്ടം സഹിച്ചത് എന്ന് ആ സ്നേഹത്തെ പുതുക്കുന്നവരും, സത്യമായ ആ സ്നേഹത്തെ പുതുക്കുന്നവരും, തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരും, അങ്ങനെ ദൈവത്തോട് ചേർന്ന് വരുന്നവരുമുണ്ട്. എന്നാൽ ഞാൻ അതിനെ ആക്ഷേപിക്കുവാനല്ല ഉദ്ദേശിക്കുന്നത്. അവർ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ
നമ്മൾ അടുത്ത ലെവലിലേക്ക്, അടുത്ത പടിയിലേക്ക്, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മക്കൾ, വീണ്ടും ജനനം പ്രാപിച്ച മക്കൾ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ പുത്രന്മാർ, ഇതിനെല്ലാം ഗ്രഹിച്ച് അടുത്ത ലെവലിലേക്ക് എനിക്ക് എങ്ങനെ കയറാം, അടുത്ത് കർത്താവിനോട് എങ്ങനെ അടുത്തു വരാം, ഇനിയും കർത്താവിനോട് എങ്ങനെ ചേർന്ന് വരാം, ഇനിയും എങ്ങനെ ദൈവത്തിന്റെ തേജസ് പ്രാപിക്കാം, ഇനിയും ദൈവത്തിന്റെ ശക്തിയാൽ എങ്ങനെ നിറയാം എന്ന അടുത്ത ലക്ഷ്യത്തിലേക്ക് അവൻ കയറുവാൻ നോക്കണം. ഹല്ലേലൂയ. ശരി, ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. യേശു പറയുന്ന വാക്കുകളിലെല്ലാം അനേക ആഴങ്ങളുണ്ട്. കർത്താവ് പറയുന്നു നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നിട്ട് കർത്താവ് പറയുകയാണ് എല്ലാവരുമല്ല. ആരെയാ കർത്താവ് ഉദ്ദേശിച്ചേ? പിശാച് അകത്ത് കയറിയ യൂദയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. സാത്താൻ അകത്ത് കയറിയാൽ അവൻ അശുദ്ധനാണ്. ആരാണ് വിശുദ്ധൻ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചുമക്കുന്നവൻ വിശുദ്ധൻ. ആരാണ് അശുദ്ധൻ? പിശാചിനിടം കൊടുത്തവൻ അശുദ്ധൻ. ലോകമോഹങ്ങൾക്ക് വശീകരിക്കപ്പെട്ടവൻ, ജഡത്തിന്റെ പ്രവൃത്തികളോട് വശീകരിക്കപ്പെട്ടവൻ, പിശാചിന്റെ തന്ത്രങ്ങളിൽ വശീകരിക്കപ്പെട്ടവൻ, അവനാണ് അശുദ്ധൻ. എന്നാൽ പിശാചിന്റെ പ്രവൃത്തിയെ ജയിച്ചവൻ, ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നവൻ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നടക്കുന്നവൻ, അവൻ വിശുദ്ധൻ. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരിൽ അശുദ്ധനെയും വിശുദ്ധനെയും വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. യൂദ താൻ കർത്താവിന് വിരോധമായി പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂട്ടുകൂടിയപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും വിശുദ്ധരല്ല, വിശുദ്ധരുണ്ട്, എന്നാൽ അശുദ്ധരുമുണ്ട്. വിശുദ്ധരുണ്ട്, അശുദ്ധരുമുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, ഒരിക്കലും ഒരു അശുദ്ധി നമ്മിൽ വരാതെ വണ്ണം, ലോകമോഹം നമ്മിൽ വരാതെ വണ്ണം, പിശാചിന്റെ തന്ത്രത്തിൽ വീണു പോകാതെ വണ്ണം, ജഡത്തിന്റെ പ്രവൃത്തികളിൽ വശീകരിക്കപ്പെടാതെ വണ്ണം, വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ, കർത്താവിനോട് പറ്റിയിരിക്കുവാൻ, ആരാധനയിൽ സ്തുതിയിൽ കവിഞ്ഞിരിപ്പാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് വേണം. ആ യേശുവിനോട് എനിക്ക് ചേർന്നിരുന്നാൽ മതി, കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞിരുന്നാൽ മതി, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞിരുന്നാൽ മതി എന്ന് ദൈവമക്കൾ ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, മതി, ആ വചനങ്ങൾ അത്രയും മതി. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിച്ച വചനത്തിൽ നിന്നും ഗ്രഹിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ അശുദ്ധരാകുവാൻ പാടില്ല, നമ്മൾ വിശുദ്ധരായിരിക്കണം. വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. വചനം ഏറ്റെടുത്ത് വചനത്തിൽ നിൽക്കുന്ന മക്കൾ, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കും, അവർ വിശുദ്ധരായിരിക്കും. ഹൃദയം ലോകത്തിലേക്ക് ചാഞ്ഞുവെങ്കിൽ, ജഡത്തിലേക്ക്, ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് ചാഞ്ഞുവെങ്കിൽ, പിശാചിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടുവെങ്കിൽ അവൻ അശുദ്ധനായിരിക്കും. അവന്റെ മേൽ പിശാചിന് സ്വാധീനമുണ്ട്. അവന്റെ ഉള്ളത്തിൽ പോലും പിശാചിന് തോന്നലുണ്ടാക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ ജനം അതിനിടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ആമേൻ.